ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. മലയാളത്തിന്റെ ഇതിഹാസമാണ് മോഹൻലാലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ചുമയ്ക്കുള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർത്തിവയ്പ്പിച്ചതായി മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് മികച്ച വിജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യ അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകി 62,000 കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള PM സേതു പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. മോഹൻലാലിന് ലഭിച്ച ദാദാസാഹിബ് പുരസ്കാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണെന്നും മലയാളത്തിന്റെ ഇതിഹാസമാണ് മോഹൻലാലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ചലച്ചിത്ര താരം മോഹൻലാലിനെ ആദരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽസലാം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നു. സർക്കാരിനു വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിച്ചു. തനിക്ക് ലഭിച്ച ഫാൽക്കെ പുരസ്കാരം കേരളത്തിന് സമർപ്പിക്കുന്നുവെന്നും മലയാള ഭാഷയെയും സംസ്കാരത്തെയും നമസ്കരിക്കുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ മോഹൻലാൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മാനദണ്ഡങ്ങൾ പ്രകാരം 2221.03 കോടി രൂപ പുനർനിർമ്മാണ സഹായം ആവശ്യപ്പെട്ടതിന്മേൽ 260.56 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചതെന്നും ഇത് ആവശ്യത്തിന്റെ 1/8 പോലുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരിതമായി പ്രഖ്യാപിക്കാൻ പോലും 5 മാസം സമയമെടുത്തുവെന്നും ഇതുമൂലം അന്താരാഷ്ട്ര സഹായ സാധ്യതകൾ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ്, കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്നിവ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനും കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുമുള്ള പദ്ധതി രേഖയാണ് തയ്യാറാക്കുക. ദേശീയപാത വികസന പദ്ധതികൾ സാധ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ശ്രീ മുഹമ്മദ് റിയാസ് സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമില്ലാതെ നൽകരുതെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം കടുത്ത മേൽനോട്ടത്തിലായിരിക്കണം മരുന്നുകൾ നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർക്ക് മന്ത്രാലയം കത്ത് നൽകി. ചുമയ്ക്കുള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവയ്പ്പിച്ചതായി മന്ത്രി വീണ ജോർജ്. പ്രശ്നം കണ്ടെത്തിയ കോൾഡ്രിപ്പ് സിറപ്പിന്റെ SR-13 ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും സുരക്ഷയെ കരുതിയാണ് കോൾഡ്രിപ്പ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തിവയ്ക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ഡ്രഗ് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ ചുമ മരുന്നുകൾ നിർമ്മിക്കുന്ന 5 കമ്പനികളുടെ മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി
ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതേസമയം വ്യവസായി വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണ്ണത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന് സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അല്ലാത്തപക്ഷം UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം കുറ്റകൃത്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര അധികാരമുള്ള ഏജൻസികളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പ്രവർത്തന സജ്ജമായി. ഈ മാസം 20 മുൻപ് ഇത് ജനങ്ങൾക്കായി തുറന്നു നൽകും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് സമീപത്തെ കാർ പാർക്കിംഗ് സംവിധാനമാണ് പ്രവർത്തന സജ്ജമായത്. ഒരേ സമയം 124 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. 2020 നിർമ്മാണം തുടങ്ങിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. 8 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് സംവിധാനം ഒരുക്കുന്നത്. കണ്ണൂർ ഫോർട്ട് റോഡിലും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നുണ്ട്. നഗരത്തിലെ കാർ പാർക്കിംഗിന് പുതിയ സംവിധാനം ഏറെ സഹായകരമാകും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ TH 577825 എന്ന നമ്പറിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തിന്റെ തുക. ഇടുക്കി ജലാശയത്തോടനുബന്ധിച്ച് വനംവകുപ്പ് നടപ്പാക്കുന്ന മത്സ്യാരണ്യകം പദ്ധതി ശ്രദ്ധേയമാകുന്നു. ശുദ്ധജല മത്സ്യത്തിന്റെ ലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതി ആരംഭിച്ച് 5 വർഷമായപ്പോഴേക്കും ലഭിച്ചത് 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമാണ്. വർഷത്തിൽ കുറഞ്ഞത് 15 ലക്ഷം രൂപ മത്സ്യം വിറ്റ് മാത്രം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വനത്തെ ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഇടുക്കി വനം വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ 2019 മത്സ്യാരണ്യകം പദ്ധതി ആരംഭിച്ചത്. കൊലുമ്പൻ കോളനി നിവാസികൾ ഉപജീവനത്തിനായി പതിറ്റാണ്ടുകളായി അണക്കെട്ടിൽ നിന്നും മീൻ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന മത്സ്യങ്ങൾ വിറ്റഴിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കാറില്ലായിരുന്നു. അത്തരത്തിൽ ഈ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമാണ് വനംവകുപ്പ് പദ്ധതി ആരംഭിച്ചത്. പൊതുജനങ്ങൾക്ക് മായമില്ലാത്ത ഡാം മീൻ ലഭ്യതയ്ക്കനുസരിച്ച് നൽകുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് വൻ വിജയം. ഇന്നിംഗ്സിനും 140 റൺസിനുമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 286 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസിന്റെ രണ്ടാം ഇന്നിംഗ്സ് 146 റൺസിന് അവസാനിക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ 162 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 5 വിക്കറ്റിന് 448 റൺസിന് ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ 5 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. മലയാളത്തിന്റെ ഇതിഹാസമാണ് മോഹൻലാലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചുമയ്ക്കുള്ള കോൾഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവയ്പ്പിച്ചതായി മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് മികച്ച വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 7:25.